അങ്ങനെ ഫിൻലൻഡും പണി തന്നു. ജോലിക്കായിട്ട് വരുന്നവർക്കും സ്റ്റുഡൻസ് ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒരേപോലെ പണി തന്നിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ 2024 നവംബർ 1 മുതൽ റെസിഡൻസ് പെർമിറ്റിന്റെ ഇൻകം റിക്വയർമെന്റ്സിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചാണ്. 2013 ശേഷം ആദ്യമായിട്ടാണ് ഇൻകം റിക്വയർമെന്റ്സ് ഉയർത്തുന്നത്. ഇത്രയും വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ജീവിത ചെലവിന്റെ വർധനവാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. ഉദാഹരണത്തിന് സ്റ്റുഡൻസിന് റെസിഡൻസ് പെർമിറ്റിന് വേണ്ടി ലിവിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടത് മാസം 560 യൂറോ ആണ്. അത് ഫിൻലൻഡിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ തുക മതിയാവില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ആക്ച്വൽ ആയിട്ട് ലിവിങ് എക്സ്പെൻസ് കൂടുതലാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് വേറെ പാർട്ട് ടൈം ജോലി കണ്ടുപിടിച്ചേ മതിയാവും എന്നുള്ള അവസ്ഥ വരും. പാർട്ട് ടൈം ജോലിയാണെങ്കിൽ ഇവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഇനി മുതൽ എല്ലാ വർഷവും ലിവിങ് എക്സ്പെൻസസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇൻകം റിക്വയർമെൻറ്റ്സിൽ മാറ്റം വരുത്തുമെന്നാണ് ഫിന്നിഷ് ഇമിഗ്രേഷൻ സർവീസസ് അറിയിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വെൽക്കം ടു നോർഡിക് മലയാളി. സ്റ്റുഡൻസ് റെസിഡൻസ് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള 560 യൂറോയ്ക്ക് പകരം മാസം 800 യൂറോ ആയിട്ട് മാറും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാവുമ്പോൾ ഇപ്പോൾ വർഷത്തേക്ക് 6720 യൂറോ എന്നുള്ളത് 9600 യൂറോ ആയിട്ട് മാറും. അതായത് ഏകദേശം 9 ലക്ഷം രൂപ. വർക്ക് ബേസ്ഡ് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഉണ്ടാവേണ്ട മിനിമം ശമ്പളത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഫിൻലൻഡിൽ കളക്റ്റീവ് എഗ്രിമെന്റ് അനുസരിച്ചിട്ടാണ് മിക്ക തൊഴിൽ മേഖലകളിലും സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത്. എംപ്ലോയർ അസോസിയേഷൻസും എംപ്ലോയീസ് അസോസിയേഷൻസും തമ്മിൽ ചർച്ച ചെയ്തുണ്ടാക്കുന്നതാണ് ഈ കളക്റ്റീവ് എഗ്രിമെന്റ്. അപ്പോൾ ഈ കളക്റ്റീവ് എഗ്രിമെന്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയ മേഖലയിൽ ഉണ്ടാവേണ്ട സാലറിയാണ് നിങ്ങൾക്ക് മിനിമം ആയിട്ട് വേണ്ടത്. ഇനി അങ്ങനെ കളക്റ്റീവ് എഗ്രിമെന്റ് ഇല്ലാത്ത മേഖലയാണെങ്കിൽ മിനിമം 1399 യൂറോ സാലറി ആയിട്ട് വേണം. ഈ 1399 എന്നുള്ളത് 1600 ആക്കാനുള്ള നിർദ്ദേശം ഓൾറെഡി പാർലമെന്റിന്റെ മുമ്പിൽ ഉണ്ട്. അതെപ്പോൾ മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഫാമിലിയെ കൊണ്ടുവരാനാണെങ്കിലും ഇൻകം റിക്വയർമെന്റ്സിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജോലി കിട്ടിയിട്ട് വരുന്നവരാണെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് കൂടുതൽ വരുമാനം വേണം. സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്കും ഫാമിലിയെ കൊണ്ടുവരാനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ കൂടുതൽ തുക കാണിക്കണം. ആദ്യം സ്റ്റുഡൻസിന്റെ കാര്യം തന്നെ പറയാം. സ്പൗസിനെ കൊണ്ടുവരാനാണെങ്കിൽ ഇപ്പോൾ മാസം 1260 യൂറോ ആണ് വേണ്ടത്. അത് 1410 യൂറോ ആയിട്ട് മാറും. അപ്പോൾ മാസം ഏകദേശം 14,000 രൂപ കൂടുതലുണ്ടാവും. ഇനി സ്പൗസിനെയും 18 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളെ കൊണ്ടുവരണമെങ്കിലുള്ള ലിവിങ് എക്സ്പെൻസ് റിക്വയർമെന്റ് നോക്കാം. ഇപ്പോൾ അത് മാസം 2160 യൂറോ ആണ് ബാങ്കിൽ ഉണ്ടാവേണ്ടത്. ഇനി അത് 2500 യൂറോ ആയിട്ട് മാറും. അങ്ങനെ ആവുമ്പോൾ വർഷം 4 ലക്ഷം രൂപ അധികമായിട്ട് ഉണ്ടാവണം. ഇനി ജോലി കിട്ടിയിട്ട് വരുന്നവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്പൗസിനെ കൊണ്ടുവരണമെങ്കിൽ ഇനി മുതൽ മാസ വരുമാനം 1820 യൂറോ ഉണ്ടായിരിക്കണം. ഇപ്പം അത് 1700 യൂറോ ആണ്. ഇനി സ്പൗസിനെയും 2 കുട്ടികളെയും കൊണ്ടുവരികയാണെങ്കിൽ ഇനി മുതൽ മാസ വരുമാനം 2910 യൂറോ ഉണ്ടായിരിക്കണം. നിലവിൽ അത് 2600 യൂറോ ആണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ശമ്പളം എന്നല്ല വരുമാനം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഇൻകം ടാക്സും മറ്റ് ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വരുമാനം ആണ് നോക്കുക, ശമ്പളം അല്ല നോക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് 2500 യൂറോ ശമ്പളമുള്ള ജോലിയാണ് ഓഫർ ചെയ്തിരിക്കണമെന്ന് വിചാരിക്കുക. അതായത് വർഷം 30,000 യൂറോ. ഈ ശമ്പളത്തിന് ഇപ്പോഴത്തെ ടാക്സ് റൂൾസ് അനുസരിച്ചിട്ട് 18% ഇൻകം ടാക്സ് അടക്കമുള്ള ഡിഡക്ഷൻസ് ഉണ്ടാവുക. അതായത് നെറ്റ് ഇൻകം ഏകദേശം 2050 യൂറോ ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകം റിക്വയർമെന്റ്സ് വെച്ചിട്ട് സ്പൗസിനെ കൊണ്ടുവരാൻ ഈ തുക മതിയാവും. പക്ഷെ കുട്ടികളെ ആരെയും കൊണ്ടുവരാൻ ഈ തുക മതിയാവില്ല. നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് റെസിഡൻസ് പെർമിറ്റ് അല്ലെങ്കിൽ EU ബ്ലൂ കാർഡിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന ശമ്പളം 3638 യൂറോ ആണ്. ഇതിൽ ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടുന്നത് ഏകദേശം 2720 യൂറോന്റെ അടുത്തായിരിക്കും. സ്പൗസിനെയും 2 കുട്ടികളെയും കൊണ്ടുവരാനുള്ള ഇൻകം റിക്വയർമെന്റിന് താഴെയാണ് ഈ എമൗണ്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൈലി സ്കിൽഡ് വർക്കേഴ്സിനും ഈ പുതിയ ഇൻകം റിക്വയർമെന്റ് ഒരു പ്രശ്നമായിരിക്കാം. ഇനി ചെറിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം പറയാം. അതെന്താന്ന് വെച്ചാൽ ഫിൻലൻഡിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ചില സോഷ്യൽ ബെനിഫിറ്റ്സും വരുമാനമായിട്ട് കൂട്ടും. ഉദാഹരണത്തിന് ചൈൽഡ് ബെനിഫിറ്റ് 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ 2 കുട്ടികളുണ്ടെങ്കിൽ മാസം 2 പേർക്കും കൂടിയിട്ട് 200 യൂറോ ഏകദേശം കിട്ടും. ഫസ്റ്റ് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഫിൻലൻഡിൽ പെർമനന്റ് എംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ കുട്ടികൾ ഇവിടെ എത്തി കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഈ ബെനിഫിറ്റ് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ഇൻകം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേസുകളിൽ ഈ തുകയും കൂടി കണക്കിലെടുത്തേക്കാം. ഇത് കേസ് ബൈ കേസ് ബേസിസിലായിരിക്കും പരിഗണിക്കുക. അതുകൊണ്ട് ഇൻകം റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ കഴിയാത്ത എല്ലാ കേസിലും ഇത് പരിഗണിക്കുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല.
അതുപോലെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സേവിങ്സ് ഉണ്ടെങ്കിൽ അതും റെസിഡൻസ് പെർമിറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാണിക്കാം. മറ്റൊരു കാര്യം, ഫിൻലൻഡിലെ ക്യാപിറ്റലായ ഹെൽസിങ്കിയിലെ ലിവിങ് എക്സ്പെൻസസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇൻകം റിക്വയർമെന്റ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഹെൽസിങ്കിയെ കമ്പയർ ചെയ്യുമ്പോൾ ജീവിത ചെലവ് വളരെ കുറവായ മറ്റൊരു സിറ്റിയിലേക്കാണ് നിങ്ങൾ പഠിക്കാനോ ജോലിക്കായിട്ടോ പോകുന്നതെങ്കിൽ ഇതിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടായേക്കാം. എന്നാലും ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. എല്ലാം കേസ് ബൈ കേസ് ബേസിസിലായിരിക്കും എടുക്കുന്നത്. ഇനിയൊരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, നിങ്ങൾ ഓൾറെഡി ഫിൻലൻഡിലാണ്, നിങ്ങൾക്ക് റെസിഡൻസ് പെർമിറ്റ് ഉണ്ട്, ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഈ നവംബർ 1 ശേഷം പോകുമ്പോൾ അതിന് ഈ പുതിയ ഇൻകം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. വേണം എന്നാണ് ഉത്തരം. അപ്പം ഇനി അടുത്ത ഡൗട്ട് ഉണ്ടാവാൻ പോണത്, പുതിയ ഇൻകം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഇനി എക്സ്റ്റൻഷൻ കിട്ടുമോ, പെർമിറ്റ് റിജക്ട് ചെയ്യോ എന്നുള്ളതൊക്കെയാണ്. റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഫിനിഷ് ഇമിഗ്രേഷൻ സർവീസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത്. ഇൻകം റിക്വയർമെന്റ് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഉടനെ റിജക്ഷൻ എന്നല്ല, ഫാമിലിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഒക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും. ഇതും കേസ് ബൈ കേസ് ബേസിസിലായിരിക്കും. അപ്പോൾ റിജക്ഷൻ റിസ്ക് ഉണ്ട്. ഫിൻലൻഡിലേക്ക് പഠിക്കാനോ ജോലിക്കായിട്ട് വരാനോ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വീഡിയോസ് കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നോർഡിക് മലയാളി.